ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ കൃപയും സമാധാനവും ആശംസിക്കുന്നു. ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈശോയുടെ ജനന തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 23-ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധ കുർബാന അർപ്പണത്തോടും നോമ്പിന്റെ ചൈതന്യത്തോടും അതോടൊപ്പം തന്നെ ഹൃദയത്തിൽ നിരന്തരം മുഴങ്ങുന്ന സുഹൃത ജപത്തിന്റെയും അകമ്പടിയോടുകൂടെ നമ്മൾ ഈ ദിവസത്തിന്റെ ദൈവവചന വിചിന്തനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുക വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമാണ്. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ആ വചനം അതിങ്ങനെയാണ്: അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. പിള്ളക്കച്ച കൊണ്ട് പൊതിയുക എന്ന് പറയുന്ന പ്രവൃത്തി, അത് അപ്പനും അമ്മയ്ക്കും ആ കുഞ്ഞിനോടുള്ള വാത്സല്യത്തെ, പരിഗണനയെ വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. പിള്ളക്കച്ച കൊണ്ട് പൊതിയുക എന്ന് പറയുന്ന പ്രയോഗം പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ ഔസേപ്പിതാവിനുമുള്ള ആ വാത്സല്യത്തെ പരിശുദ്ധാത്മാവ് സുവിശേഷകനിലൂടെ നമുക്ക് അവതരിപ്പിക്കുക. അതെന്തുകൊണ്ട് വാത്സല്യത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗം എന്ന് ചോദിച്ചാൽ, എസെക്കിയേൽ പ്രവചനത്തിന്റെ 16-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ. വചനം ഇങ്ങനെയാണ്: നീ ജനിച്ച ദിവസം നിന്റെ പൊക്കിൾ കൊടി മുറിച്ചിരുന്നില്ല, നിന്നെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയില്ല, ദേഹത്ത് ഉപ്പ് പുരട്ടുകയോ പിള്ളക്കച്ചയിൽ പൊതിയുകയോ ചെയ്തിരുന്നില്ല. ഇവയിൽ ഒന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല. എസെക്കിയേൽ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനതയെ ഒരു വ്യക്തിയായി കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരു പ്രയോഗമാണിത്. ആ വചനം ഇങ്ങനെയാണ്, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഈ തുടർന്ന് വായിക്കുക. ആ വാക്യം ഇങ്ങനെയാണ്: നിന്നെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയില്ല, നിന്റെ പൊക്കിൾ കൊടി മുറിച്ചിരുന്നില്ല, ദേഹത്ത് ഉപ്പ് പുരട്ടിയിരുന്നില്ല, പിള്ളക്കച്ച കൊണ്ട് പൊതിയുകയോ ചെയ്തിരുന്നില്ല. തൊട്ടടുത്ത പ്രയോഗം അതിങ്ങനെയാണ്: ഇവയിൽ ഒന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല. അപ്പൊ ഇത് ചെയ്യുക എന്ന് പറയുന്നത് അത് ദയയുടെയും വാത്സല്യത്തിന്റെയും പ്രത്യേക പരിഗണനയുടെയുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. പിള്ളക്കച്ച കൊണ്ട് പൊതിയുക, അത് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പിതാവിന്റെയും വാത്സല്യത്തെയും പരിഗണനയും വളരെ സുന്ദരമായിട്ട് അവതരിപ്പിക്കുന്നു. തൊട്ടടുത്ത പ്രയോഗം ഇങ്ങനെയാണ്: അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. പുൽത്തൊട്ടിയിൽ കിടത്തി. പുൽത്തൊട്ടി എന്ന് കേൾക്കുമ്പോഴത്തേന് നമുക്കൊരു കാര്യം വളരെ വ്യക്തമാണ്. കാലികൾ അന്നം തേടുന്ന ഒരിടമാണ് പുൽത്തൊട്ടി. കാലികൾ അന്നം തേടുന്ന ഇടം. അവിടെയാണ് ഈശോ പിറന്ന ശേഷം ഈശോയെ പ്രതിഷ്ഠിക്കുന്നത് എന്ന സുവിശേഷകനിലൂടെ പരിശുദ്ധാത്മാ നമുക്ക് വെളിപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈശോയുടെ ജനനത്തിന്റെ ആദ്യ നിമിഷം തന്നെ എല്ലാവർക്കും അന്നമായി തീരാനുള്ള തന്റെ വിളിയെ അതിസുന്ദരമായിട്ട് വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗമായത്. എല്ലാവർക്കും ഭക്ഷണമായി തീരാനായിട്ടുള്ള തന്റെ വിളിയെ അതിസുന്ദരമായിട്ട് അവതരിപ്പിക്കുന്ന പ്രയോഗം പുൽത്തൊട്ടിയിൽ കിടത്തി എന്നുള്ള പ്രയോഗം. കാരണം എന്താ? ആ പുൽത്തൊട്ടിയിലാണ് കാലികൾ അന്നം തേടുന്നത്. അനേകരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ്, അപ്പമായി തീർന്ന് തൃപ്തിപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് ഈശോ എന്ന് പരിശുദ്ധ കുർബാനയിലേക്ക് അതിസുന്ദരമായ രീതിയിൽ വിരൽ ചൂണ്ടുന്ന ഒരു വചനവാക്യമാണ് വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ശ്രദ്ധിക്കുക. ഈശോയുടെ നിലനിൽപ്പിന്റെ ആദ്യ സമയം മുതൽ തന്നെ മറ്റുള്ളവരെ നിലനിർത്താനായിട്ടുള്ള ഈശോയുടെ വിളി അത് സുന്ദരമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളും നിലനിൽക്കുമ്പോൾ, നമ്മൾ ഈ ഭൂമിയിൽ നിലനിൽക്കുമ്പോൾ എല്ലാവരെയും നിലനിർത്താനായിട്ടുള്ള ഒരു അതിസുന്ദരമായ വിളി നമുക്കുണ്ട്. നമ്മളും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരല്ലേ, ഈശോയെ ഉൾക്കൊള്ളുന്നവരല്ലേ? ഇതേ വിളി നമുക്കുണ്ട്. ഒരമ്മ എന്ന നിലയിൽ, ഒരപ്പൻ എന്ന നിലയിൽ അതിസുന്ദരമായ രീതിയിൽ മക്കളുടെ നിലനിൽപ്പിനായിട്ട് നിലനിൽക്കുന്നവരാണ് എന്നെ കേൾക്കുന്ന ബഹുഭൂരിപക്ഷം പേരും. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പരാതി കൂടാതെ, പരിഭവമില്ലാതെ നമുക്ക് ആ വിളി ജീവിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കുളിരാൽ വിറയ്ക്കുന്ന ഉണ്ണീശോയെ, അങ്ങേ ഞാൻ മുത്തുന്നു, അങ്ങേ ഞാൻ തഴുകുന്നു, അങ്ങ് എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ.